ബ്രിഡ്ജിന്റെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കാണ്. ഇതിപ്പോ എടുക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുനിന്നാണ്. നല്ല തിരക്കാട്ടോ അവിടെ, മുടിഞ്ഞ തിരക്കാണ്, ഭയങ്കര കച്ചവടം, അതുപോലെ ആളുകളും. തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഹൗറ സ്റ്റേഷന്, റെയിൽവേ സ്റ്റേഷന് വരുന്നത്. ഇവിടുത്തെ ബസ്സുകൾക്കൊക്കെ ഒരു നമ്പറാട്ടോ. ഞാൻ അവിടുന്ന് വന്നിട്ടുള്ളത് 215 എന്ന് പറഞ്ഞൊരു നമ്പറിലാണ്, ബൽക്കച്ചിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നിട്ടോ. 15 രൂപയാണ് അവിടെ നിന്നുള്ള ചാർജ്. ഒരു 7-8 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷെ തിരക്കോട് തിരക്കായിരുന്നു. അപ്പൊ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ്. പിന്നെ സിക്കിമിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഡാർജിലിംഗിൽ ഒന്ന് കയറി, പിന്നെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം സിലിഗുരി വഴി നേരെ കൊൽക്കത്തയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ബൽക്കച്ചിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുരുദ്വാരയിലാണ് കേട്ടോ നിന്നിട്ടുള്ളത്. പിന്നെ അവിടെ നിന്നതിന് ശേഷം പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കാനുണ്ടായിരുന്നു, അതുപോലെ കുളിക്കാനൊക്കെ, കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പകൽ സമയത്തൊക്കെ നല്ല വെയിലും നല്ല ചൂടുമാണ്. കേരളത്തിന്റെ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ബൈക്കൊക്കെ അവിടെ വെച്ചതിന് ശേഷം ബസ്സിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ബസ്സിന് 15 രൂപയാണ് ചാർജ് ആയിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ഞാൻ എത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൗറ ബ്രിഡ്ജിന്റെ അടുത്താണ് കേട്ടോ. ഇവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും, ഹൗറ റെയിൽവേ സ്റ്റേഷനും. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്ക് പറഞ്ഞാല് മുടിഞ്ഞ തിരക്കാണ്. ബസ്സിലൊക്കെ പോരുമ്പോ ഫുള്ള് ബ്ലോക്കാണ്, അതുപോലെ നല്ല തിരക്കുമാണ്. കൊൽക്കത്തയുടെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ചുറ്റിലും നോക്കുമ്പോഴൊരു കാഴ്ച, ഹൗറ റെയിൽവേ സ്റ്റേഷന് 5:41 ആയിട്ടുണ്ട് കേട്ടോ ടൈം. ഇതാണ് ഇവിടെ ഒരു ബസ്സിന്റെ സൗണ്ടാണ്. അവര് എഞ്ചിനൊക്കെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക, റേസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൗണ്ടാണ് ഇപ്പോ. പിന്നെ തെരുവ് കച്ചവടക്കാരൊക്കെ സൈഡിൽ കൂടെ ഒക്കെ തെരുവ് കച്ചവടക്കാരുണ്ട്. പിന്നെ ഹൗറ ബ്രിഡ്ജ് കണ്ടില്ലേ, അത്രോ വലിയൊരു ഉരുക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഈ ഹൗറ ബ്രിഡ്ജ്. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് നടന്ന് കാണിച്ചു തരട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഉരുക്കിന്റെ ഒരു വിസ്മയം എന്ന് പറയാ. കാരണം 2 തൂണുകൾ മാത്രമേ, 2 സൈഡില് തൂണുകൾ മാത്രമേ ഇതിനുള്ളൂ. ആ തൂണിലാണ് ഇത് ഫുള്ളായിട്ട് ഈ ഭാരം മുഴുവനും നിൽക്കുന്നത്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ ഒക്കെ ഒരു നിർമ്മാണ രീതികള്. ഭയങ്കര സംഭവം തന്നെ ഇട്ടത് കണ്ടില്ലേ. 2 തൂണ് ഇവിടെ, വലിയ 2 തൂണ്, അതുപോലെ അങ്ങേ തലക്കില് അക്കരെ ഇതുപോലെ 2 തൂണുണ്ട്. വേറെ നടുക്ക് ഒരു തൂണോ കാര്യങ്ങളോ ഒന്നുമില്ല. 1936 കേട്ടോ അതിന്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇത് ഫിനിഷിംഗ് ആയത് 1942. പിന്നെ അത് ഓപ്പണിംഗ് ആയത് 1943. ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ, ബസ് സ്റ്റേഷന്. ഭയങ്കര തിരക്കാണ് ഇവിടെ, ആകെ അലമ്പാണ്, ഒച്ചയും വിളിയും. അല്ലെങ്കിൽ തന്നെ ഈ ബംഗാളികൾക്ക് ഭയങ്കര ഒച്ചയും വിളിയാണല്ലോ. തിരക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. ഇതിലെ തോന്നിയ പോലെ നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. നടക്കാനായിട്ട് ആളുകൾക്ക് വേറെ വഴിയുണ്ട്, വാഹനത്തിന് പോകാൻ വേറെ വഴിയുണ്ട്. അപ്പോൾ നടക്കുന്ന വഴികൾ കൂടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. ഇവിടെ ഉണ്ട് കേട്ടോ പച്ചക്കറി കച്ചവടക്കാരൊക്കെ, ഒരുപാട് പച്ചക്കറി കച്ചവടക്കാരൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ. വേറെ പ്രശ്നം എന്താണോ, ഞാൻ നിൽക്കുന്ന ഗുരുദ്വാര 8 മണിയാകുമ്പോഴേക്ക് വരണമെന്ന് പറഞ്ഞാണ്. അവിടെ സാധാരണ സ്റ്റേയോ ഫുഡോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ അങ്ങനെ നിൽക്കാൻ സമ്മതിച്ചു, ടെന്റ് അടിച്ച് നിന്നോന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഉച്ചയ്ക്ക് അവര് ഫുഡൊക്കെ തന്നു. ഫുഡൊന്നും ഇല്ല അങ്ങനെ അവിടെ. അപ്പൊ ഇതിലെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഹുഗ്ലി റിവർ. ഇത് കണ്ടില്ലേ, അതിലെ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. അതാ ബോട്ടൊക്കെ ലൈറ്റ് ഇട്ട് കാണാം. പിന്നെ ഹുഗ്ലി റിവറിന്റെ കുറുകെയാണ് ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ട് അതില്. മറ്റേതിൽ ഒരു ഹൗസ് ബോട്ടാണ്, ആലപ്പുഴയിലൊക്കെ ഉള്ളത് പോലെ ഒരു ഹൗസ് ബോട്ട് കാണാം. ഈ പാലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 705 മീറ്റർ ആണ് കേട്ടോ. അതുപോലെ വിഡ്ത്ത് 21.6 മീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. പിന്നെ ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് 4.6 മീറ്റർ വീതിയിലാണ് ഈ ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൈറ്റ് എന്ന് പറയുന്നത് 82 മീറ്ററും. അതൊക്കെയാണ് ഈ പാലത്തിന്റെ സംഭവങ്ങളെ പറ്റി പറയാനുള്ളത്.
ഇത് രവീന്ദ്ര സേതു എന്നുള്ള പേരിലും ഈ പാലം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. പക്ഷെ കുറെ അകലത്ത് നിന്ന് നോക്കണം, അപ്പോഴേ ഈ ലൈറ്റ്സോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഈ പാലത്തിലൂടെ ഒരു ദിവസം 1 ലക്ഷത്തിലധികം വാഹനങ്ങളും അതുപോലെ 1.5 ലക്ഷത്തിലധികം കാൽനട യാത്രക്കാരും യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പാലത്തിന്റെ സൈഡിൽ മുഴുവൻ കച്ചവടക്കാരാണ് കേട്ടോ. അതാ പൂ കച്ചവടക്കാരുണ്ട്, പിന്നെ ഇതെന്തോ ഒരു മരുന്നാന്നാ തോന്നുന്നത്, പിന്നെ അതാ പച്ചക്കറികളുണ്ട്, ചെരുപ്പുണ്ട്, ഇതാ അപ്പുറത്ത് പച്ചക്കറികളുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ ഫുള്ള് കച്ചവടക്കാരുടെ തിരക്കാണ്. കത്തയുടെ തിരക്കുകളൊന്നും അറിയാതെ ഉറങ്ങണ കണ്ടില്ലേ? ഇതാ ഇവിടെ ഒരാളുണ്ട്, ഇതാ തൊട്ടപ്പുറത്ത് ഒരാളെ കാണാം. ഇത് കണ്ടില്ലേ? ഈ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇവരെ അറിയണില്ല കേട്ടോ. ഈ തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ ഷെഡുകളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഈ ഒരു സിറ്റിന്റെ സെന്റർ തന്നെയാണ് ഇതൊക്കെ. ഇങ്ങനെ ചെറിയ ചെറിയ മൂലകളിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ഇട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെയും ഇവിടെ കാണാം. ഈ തിരക്കിലും ജീവിക്കുന്ന ഒരു ബ്രോനെ കണ്ടിട്ടോ. ബ്രോ, ആപ്കാ നാം ക്യാ? സുമിത് കുമാർ. इधर रहते हैं आप? ओ, इधर आपका घर है ना? कितना आदमी है इधर? इतना है 5 आदमी. 5 आदमी. आपका बाप माम सब अभी बाहर में. हाँ, सब बाहर में. इधर ये कौन कौन है? इधर हम लोग रहते हैं, भाई लोग. भाई लोग हैं. कैसा है ये इधर में? बढ़िया. बढ़िया. അപ്പൊ ഈ ബ്രോ ഈ ഒരു ജീവിതത്തിൽ സന്തോഷമാണ് എന്നാ പറയുന്നത്. കണ്ടില്ലേ, ചുറ്റുഭാഗവും ഭയങ്കര തിരക്കും ബഹളങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ബ്രോ സന്തോഷമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ടാക്സി കാറുകൾ കണ്ടില്ല, ആ മഞ്ഞ കളർ അംബാസിഡർ ഒക്കെ ഉണ്ട് ഇവിടുത്തെ ടാക്സികള്. പിന്നെ അപ്പുറത്ത് കാണുന്ന ബസ്സുകളൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാണ്. കണ്ടില്ല, ആ ബസ്സുകളൊക്കെ പ്രൈവറ്റ് ബസ്സുകളാണ്. ഓരോ നമ്പറാണ് കേട്ടോ ഓരോ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾക്കും. പിന്നെ ബ്രിഡ്ജ് കണ്ടില്ലേ, ചെറുതായിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് കാണാം. ഈ തിരക്കിലും നഗര കാഴ്ചകൾ ഇങ്ങനെ കണ്ട് കിടക്കട്ടോ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ അടിപൊളിയാട്ടോ. ഇങ്ങനെ ഇതാ ഇപ്പുറത്ത് ഭയങ്കര തിരക്ക്, ഇതാ ഇപ്പുറത്ത് സുഖമായിട്ട് കടന്ന് കാഴ്ചകൾ കാണുക. ഇതിന്റെ ഉള്ളിലേക്കൊന്നും കയറാൻ എന്താ ചെയ്യാ? ഇവിടെ എവിടെയും കയറാനുള്ള ഒരു വഴിയും കാണുന്നില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വന്നിട്ടോ. ഈ നദീന്റെ തീരത്തേക്ക് വന്നപ്പോൾ ഇവിടുന്ന് ഫുള്ളായിട്ടൊരു വ്യൂ കിട്ടും ഇവിടുന്ന്. കണ്ടില്ലേ, ബ്രിഡ്ജിന്റെ ലൈറ്റ് ഇട്ട് നിൽക്കുന്ന ഒരു മുഴുവനായിട്ടുള്ള ഒരു വ്യൂ ഇവിടുന്നാണ് ശരിക്കും കിട്ടുക.